ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? പണ്ട് കാലത്ത് നോമ്പുതുറ സമയത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമായിരുന്നു കണ്ണൂരുകാരുടെ സ്പെഷ്യൽ പണ്ടത്തെ അട. ഇപ്പം അധികം ആരും അങ്ങനെ ട്രൈ ചെയ്യുന്നില്ല. അത്രയ്ക്കും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ. അതുപോലെ ആവിയിൽ വേവിച്ചെടുക്കുന്നതും ഹെൽത്തിയും കൂടി ആയിട്ടുള്ള ഒരു വിഭവമാണ്. കപ്പ് പുഴുങ്ങലരി എടുത്ത് 8 മണിക്കൂർ കുതിർത്തി വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് അരച്ചെടുക്കണം. അരിയുടെ കൂടെ 1/2 കപ്പ് ചിരകിയ നാളികേരം ചേർക്കാം. നാളികേരം ഇത്തിരി കൂടിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കുറേശ്ശെ വെള്ളം ചേർത്ത് ഫൈനായിട്ട് അരയ്ക്കാം. വെള്ളം കൂടി പോവരുത്. അരച്ചെടുത്ത അരിയിലേക്ക് ഒരു സവാളയുടെ 1/4 ഭാഗം ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. അരി നല്ലോണം അരഞ്ഞതിന് ശേഷം വേണം ഇത് ചേർക്കാനായിട്ട്. ഇനി ഇതും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത മിക്സ് ബൗളിലേക്ക് ചേർക്കാം. ഇത്ര കട്ടിയിൽ വേണം കേട്ടോ അരച്ചെടുക്കാൻ. ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ ഫൈൻ അരിപ്പൊടിയാണ് ചേർക്കണത്. ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അത്ര കട്ടിക്ക് അരി അരച്ചെടുത്താൽ മാത്രമേ ഇതുപോലെ അരിപ്പൊടി ചേർത്ത് നമുക്ക് കുഴയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയി എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ അരിപ്പൊടി ചേർത്ത് ഈ പാകത്തിന് കുഴച്ചെടുത്തോളൂ. മാവ് കുഴച്ചെടുത്തു. ഇത് നമുക്ക് അടച്ച് വയ്ക്കാം. ഈ മാവിന് ഒരു ഫില്ലിങ് റെഡിയാക്കണം. അത് റെഡിയാക്കാം. ഈ ഫില്ലിങ്ങിനെയാണ് കേട്ടോ പണ്ടുള്ളവർ പറയണത് പണ്ടെന്നുള്ളത്. അത് കാരണമാണ് ഈ അടയുടെ പേര് തന്നെ പണ്ടത്തെ അട എന്ന് വന്നത്. പാനിലേക്ക് 2 അച്ച് ശർക്കര ഗ്രേറ്റ് ചെയ്ത് ഇടുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ഉരുക്കിയെടുക്കാം നമുക്ക്. ഗ്രേറ്റ് ചെയ്തെടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. ശർക്കര നല്ലോണം ഉരുകി കിട്ടിയിട്ട് ഇതൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. അരിച്ചെടുത്ത ശർക്കര ആ പാനിലേക്ക് തന്നെ ചേർക്കുന്നുണ്ട്. ശർക്കരയിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് ചിരകിയ നാളികേരം ചേർക്കാം. ശർക്കരപ്പാനി നാളികേരത്തിലൊന്ന് വറ്റി വരട്ടെ. ശർക്കരപ്പാനി നാളികേരത്തിൽ വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, വറുത്ത് പൊടിച്ച ജീരകപ്പൊടിയാണ്. 1 ടീസ്പൂൺ ഏലക്കപ്പൊടി. എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. നല്ലോണം വറ്റി ഈ പാകം ആവുമ്പോൾ എടുത്തോളൂ കേട്ടോ. അല്ലെങ്കിൽ ഇത് തണുക്കുമ്പോൾ വല്ലാണ്ട് ഹാർഡായി പോകും. കാണുമ്പോൾ അറിയാൻ പറ്റും കുറേശ്ശെ വെള്ളമയം ഉണ്ട്. തിളയ്ക്കണ കണ്ടില്ലേ? ഈ ഒരു പാകമാണ് പറഞ്ഞത്. ഫില്ലിങ് തണുത്തുണ്ട് കേട്ടോ. ഇനി നമുക്ക് അട സെറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് ഇല എടുത്ത് അതിൽ നെയ്യ് വരട്ടി വെച്ചേക്കണതാണ്. നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ മാവ് കുറേശ്ശെ ഇലയിൽ വെച്ച് കൊടുക്കാം. നമ്മൾ എപ്പോഴും അട ഉണ്ടാക്കില്ലേ ആ രീതിയിൽ തന്നെ. കയ്യിൽ ഈ മാവ് ഒട്ടില്ല കേട്ടോ. ഒട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം തൊട്ട് പരട്ടിക്കോളും. നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈ ഫില്ലിങ്ങിനെയാണ് കേട്ടോ പണ്ടെന്ന് പറയണേ. ഇനി നമുക്ക് ഇല മടക്കാം. നമുക്ക് എല്ലാ മാവും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. എല്ലാം നമ്മൾ റെഡിയാക്കി ഓരോന്നായിട്ട് സ്റ്റീമറിൽ വെച്ച് കൊടുക്കാം. 10-15 മിനിറ്റ് നമുക്ക് ആവി കയറ്റിയെടുക്കാം. അട വേവാൻ വെച്ചിട്ട് 15 മിനിറ്റ് ആവാറായി. നമുക്ക് തുറക്കാം. നല്ലോണം വെന്ത് കിട്ടാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റിയിരിക്കാം. അട തണുത്തുണ്ട്. നമുക്ക് ഇലയിൽ നിന്ന് എടുക്കാം. നല്ല സോഫ്റ്റ് അടയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന അടേനേക്കാട്ടിലും ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു. ബൈ.